മക്കൾക്ക് 3 ചെടികൾ കാണാനായിട്ട് പറ്റുന്നില്ലേ? ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും ഇവ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം നമുക്ക് സ്പിനച്ച് അല്ലെങ്കിൽ ചീര എടുക്കാം. ഈ ചീര എന്ന് പറയുന്നത് ഹെർബ്സ് അല്ലെങ്കിൽ ഔഷധികൾ എന്നതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അവയുടെ 2 പ്രത്യേകതകളൊന്നും കൂടി നോക്കിയാലോ. അതിലൊരു പ്രത്യേകത നമുക്ക് സ്റ്റെമ്മിന്റെ കേസിൽ പഠിക്കാം. സ്റ്റെം എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ റൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ആഴത്തിൽ വേരോട്ടമില്ല. ഇനി അടുത്ത ഒരു ചിത്രം നോക്കിക്കേ. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന നമ്മുടെ റോസാ ചെടി. ഇത് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നതെന്ന് അറിയാവോ? ഇതാണ് ഷ്രബ്സ് അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ. ഇനി ഇവയുടെ 2 പ്രത്യേകതകൾ നോക്കിയാലോ. ഒന്നാണ് ഇത് ഷോർട്ട് പ്ലാന്റ് ആണ്, അതായത് ചെറിയ ചെടിയാണ്. ഇനി രണ്ടാമത്തെ അതിന്റെ സ്റ്റെമ്മ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ചെടി നോക്കിയാലോ. യെസ്, ഇതെന്താണ് മക്കളെ? നമ്മുടെ മാംഗോ ട്രീ. ഈ മാംഗോ ട്രീ എന്ന് പറയുന്നത് പ്ലാന്റ് അല്ലെങ്കിൽ സസ്യങ്ങളുടെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഇനി അവയുടെ പ്രധാനപ്പെട്ട 2 പ്രത്യേകത ഏതൊക്കെയായിരിക്കും? ഒന്ന്, അത് ദീർഘകാലം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വളരെ കാഠിന്യമുള്ള തണ്ടാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ അതിനുവേണ്ടിയൊക്കെ മക്കൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ.